മണ്ഡലപൂജയ്ക്ക് 2 ദിവസം മാത്രം ശേഷിക്കെ ശബരിമലയിൽ ഭക്തജന തിരക്ക് കൂടുന്നു. ഇന്നലെ 97,268 പേരാണ് ദർശനത്തിനെത്തിയത്. തങ്കഅങ്കി ഘോഷയാത്ര മറ്റന്നാൾ സന്നിധാനത്തെത്തും. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. കെ ബി ശ്രീധരൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, എന്തൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ള? സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഇന്ന് തിരക്ക് എങ്ങനെയുണ്ട്? മോത്തി, മണ്ഡലപൂജയോടനുബന്ധിച്ച് വലിയ നിയന്ത്രണങ്ങൾ സന്നിധാനത്ത് ഉണ്ടാകുമെന്നാണ് പോലീസും ദേവസ്വം ബോർഡും അറിയിക്കുന്നത്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ 2 ദിവസങ്ങളിൽ ശബരിമലയ്ക്ക് വരേണ്ട ഭക്തർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. 30,000 പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ടാകൂ. സ്പോട്ട് ബുക്കിങ്ങിലും കാര്യമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2,000 പേർക്ക് മാത്രമേ സ്പോട്ട് ബുക്കിംഗ് നൽകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ മണ്ഡല പൂജ നടക്കുന്ന 27-ാം തീയതിയും വലിയ തോതിൽ ആളുകളെ നിയന്ത്രിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. തങ്കയങ്കി ഘോഷയാത്ര വരുന്ന സമയത്തും അയ്യപ്പന്മാരെ മല ചവിട്ടാൻ അനുവദിക്കില്ല. ഇന്നലെ മാത്രം ഏതാണ്ട് 97,000-ഓളം ആളുകളാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. മിനിഞ്ഞാന്ന് അത് 1,00,000-ലധികം ആളുകളാണ്. ഇന്ന് ഇതുവരെ ഏതാണ്ട് 30,000-ലധികം അയ്യപ്പന്മാർ മല ചവിട്ടി എത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ തിരക്ക് സന്നിധാനത്ത് തുടരുന്നുണ്ട്. പലപ്പോഴും മണിക്കൂറുകളോളം ക്യൂ നിന്നൊക്കെയാണ് ആളുകൾക്ക് ദർശനം നടത്താനാകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് തിരക്കിന് അല്പം ശമനമുണ്ട് എന്ന് മാത്രം പറയാം. നിലവിൽ തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അത് അടുത്ത ദിവസം പെരുന്നാട് ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ നിന്ന് പമ്പയിലെത്തിയിട്ടാണ് സന്നിധാനത്തേക്ക് എത്തുക. ഉച്ചയ്ക്ക് പമ്പയിലെത്തുന്ന തങ്കയങ്കി ഘോഷയാത്ര വൈകിട്ടോടു കൂടിയാണ് സന്നിധാനത്തേക്ക് എത്തുക. ശരംകുത്തിയിൽ നിന്ന് ആചാരപരമായിട്ടുള്ള സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി സന്നിധാനത്തേക്ക് എത്തി ആ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന നടക്കും. ആ ദർശനത്തിന് വേണ്ടി സാധാരണ വളരെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തണുപ്പിന് അല്പം കുറവുണ്ട്. പക്ഷേ തണുത്ത കാലാവസ്ഥ തന്നെയാണ്, പൊതുവിൽ തണുത്ത കാലാവസ്ഥ തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലത്തെ താപനില എന്നുള്ളത് 19 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടും. പ്രത്യേകിച്ച് ഇനി ധനുമാസം കൂടുന്നു, അതുപോലെ തന്നെ മകരമാസത്തിലേക്ക് എത്തുന്നു. ഇത്തവണ പൊതുവിൽ തണുപ്പ് കൂടിയ ഒരു അവസ്ഥയൊക്കെയുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. അയ്യപ്പന്മാർ പലരും ഈ തണുപ്പിൽ, കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഈ വരിയിൽ തണുപ്പത്ത് ഇങ്ങനെ നിന്ന് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇന്നലേക്ക് ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ നൽകിയിരുന്നു. നിലവിലേതായാലും ഇന്നലത്തെ നോക്കുമ്പോൾ ഇന്ന് തണുപ്പിന് ചെറിയ ഒരു വ്യത്യാസം ഉണ്ട്. പൊതുവിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ നോക്കിയാൽ തണുപ്പ് അല്പം കുറവുണ്ട്. പക്ഷേ ഈ തണുപ്പായാലും വെയിലായാലും എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അയ്യപ്പ ദർശനം എന്നുള്ള ആ ഒരു നിമിഷത്തിന് വേണ്ടി മലയിലേക്ക് കാണുന്നു ഭക്തജനങ്ങൾ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അവർ ശബരിമലയിലേക്ക് എത്തുക തന്നെ ചെയ്യും. ശ്രീധരന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.